സ്വാഗതം. ഇന്ന് നമുക്ക് കിഴി പൊറോട്ട എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. കിഴി പൊറോട്ട എന്ന് പറയുമ്പോൾ പല വെറൈറ്റീസ് ഉണ്ട് അല്ലേ. ചിക്കൻ കിഴി പൊറോട്ട, ബീഫ് കിഴി പൊറോട്ട, അങ്ങനെ. ഞാനിപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് ചിക്കൻ കിഴി പൊറോട്ടയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിനി അപ്ലോഡ് ചെയ്യാൻ പോണ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. നമുക്കിപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. 1.25 കിലോ ചിക്കൻ്റെ അളവിലുള്ളതാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. ക്ലീൻ ചെയ്ത് എടുത്തതിന് ശേഷമാണ് ഈ 1.25 കിലോ എന്ന് പറയുന്നത്. ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച സവോള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നീളത്തിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. 5 അത്യാവശ്യം വലിപ്പമുള്ള സവോളയാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. നമുക്കിനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയുള്ളി മുറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ചിക്കൻ കറി കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ വരും. ഇനി ഈ സവോള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, സവോള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് 1.25 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. പിന്നെ 1.25 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചെടുത്തത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണേക്കാളും നല്ലത് ഈ ചതച്ച് ചേർക്കണം തന്നെയാട്ടോ. കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും. ഇനി ഇതിലേക്ക് ഞാൻ പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 3 വലിയ പച്ചമുളകാണ് ഇതിലേക്ക് ചേർക്കണത്. അത് നമ്മുടെ എരിവിനനുസരിച്ച്. പച്ചമുളക് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലേവറോട് കൂടി തന്നെ വരും കേട്ടോ നമ്മുടെ ചിക്കൻ കറി. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി ഞാൻ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. വഴറ്റിയെടുക്കുന്ന സമയത്ത് നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ആ ചിക്കൻ കറിക്ക്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കുരുമുളക് പൊടി ഞാൻ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടില്ല കേട്ടോ. ചെറിയ തരികളോട് കൂടി പൊടിച്ചെടുത്താൽ മതി, അതാണ് നല്ലത്. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം നന്നായിട്ട് തന്നെ ഒന്ന് മാറി സവാളയൊക്കെ ഒന്ന് ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡാണ് വരെ നമുക്കിത് നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കണം. സവാള വഴറ്റിയെടുക്കുന്നതിന് അനുസരിച്ചിരിക്കും നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ വേണ്ടിയില്ലേ, സവാളയൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇതിപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടിയാട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്, 1 ടേബിൾ സ്പൂൺ. പിന്നെ എരിവുള്ള മുളക് പൊടി നമുക്ക് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം, നമ്മുടെ എരിവിനനുസരിച്ച്. ഇനി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഞാനിപ്പോൾ 1.25 ടേബിൾ സ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് ഒരു 7-8 ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക്. ശരിക്കും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ ഹോം മെയ്ഡ് ഗരം മസാലയാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമുളകൊക്കെ നല്ലപോലെ മാറി വരണം. അപ്പോൾ എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പൊടികളുടെ ഒന്നും പച്ചമണം കറക്റ്റായിട്ട് മാറി വരില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, പൊടികളുടെയൊക്കെ പച്ചമണം നല്ലപോലെ തന്നെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. പച്ചമുളക് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. തക്കാളി നല്ലപോലെ കുക്കായിട്ട് വരണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഞാൻ ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, തക്കാളിയൊക്കെ നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ട് നന്നായിട്ട് പഴുത്ത തക്കാളി ഉപയോഗിക്കാം കേട്ടോ. അധികം പുളിയില്ലാത്ത തക്കാളി.
നന്നായിട്ട് പഴുത്ത തക്കാളി ഉപയോഗിച്ച് കഴിഞ്ഞാൽ തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ 1.25 കിലോ ചിക്കനാണ് കേട്ടോ. കഴുകി വൃത്തിയാക്കിയതിന് ശേഷമുള്ള അളവാണിത്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്കിപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടി ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വെള്ളം കുറച്ച് ഇറങ്ങി വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ചിക്കൻ ചൂടായി വന്നപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഗ്രേവിയിൽ തന്നെ ചിക്കൻ കുക്കായിട്ട് വന്നോളൂ ഉണ്ടാവും. നമ്മൾ പിന്നെ ഒരുപാട് ഗ്രേവി ആയിട്ടുള്ളൊരു കറിയായിട്ടല്ല ഇത് എടുക്കുന്നത്. കുറച്ച് ഗ്രേവിയോട് കൂടി, അതായത് നല്ല തിക്കായിട്ടുള്ള കുറച്ച് ഗ്രേവിയോട് കൂടി തന്നെ എടുക്കണത്. അപ്പോൾ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അത്ര കുറവാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വെന്ത് വരണ സമയത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതായത് ഒരു പകുതിയൊക്കെ വെന്ത് കഴിയുമ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതിൽ ആവശ്യത്തിനുണ്ട് വെള്ളം. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ കുക്കാവുന്ന ചിക്കനാണ്. ചിക്കൻ കുക്കാവാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ടെങ്കിൽ, അതായത് നല്ല മൂത്ത ചിക്കനൊക്കെ ഇടുന്നുണ്ടെങ്കിൽ വെള്ളം ചിലപ്പോൾ ചേർത്ത് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി വന്നോളൂ കേട്ടോ. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ കിട്ടണ ചിക്കൻ എന്നൊക്കെ പറയുന്നത് ഒരു 15-20 മിനിറ്റ് ഒക്കെ മതി മാക്സിമം കുക്കായിട്ട് വരാൻ. നന്നായിട്ട് തന്നെ വെന്ത് വരും അപ്പോഴേക്കും. അപ്പോൾ നമ്മൾ എടുക്കണ ചിക്കനനുസരിച്ച് നമുക്ക് എത്ര സമയം കുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ് ചിക്കൻ കറിയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് വരിക. ഗ്രേവിയൊക്കെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് ചിക്കൻ കഷ്ണങ്ങളിലൊക്കെ വരിക കേട്ടോ. ചിക്കൻ കണ്ടില്ലേ, കുക്കാവാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പറോട്ട ഉണ്ടാക്കിയെടുക്കാം. തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പറോട്ട ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടുള്ള പറോട്ട തയ്യാറാക്കിയിരുന്നു. അതുപോലെ മൈദ ഉപയോഗിച്ചിട്ടുള്ള കേരള പറോട്ടയും മുന്നേ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ കാണാത്തവർ കണ്ടുവെക്കാൻ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. പിന്നെ കിഴി പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ പൊറോട്ടയും അതുപോലെ ചിക്കൻ കറിയൊക്കെ വാഴയില വാട്ടിയതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിന് രണ്ടിനും നല്ല ചൂടുണ്ടായിരിക്കണം. അപ്പോൾ ഇപ്പോൾ ഞാൻ കുക്ക് ചെയ്ത് വെക്കണം, ആ സമയത്ത് ഒന്നും കൂടി ചൂടാക്കും. അപ്പോൾ അതിന് കറക്റ്റായിട്ട് ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടുള്ളൂ. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മളിത് അടിച്ചെടുക്കും കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് ചൂടോടുകൂടി അടിച്ചെടുക്കും. അപ്പോഴത് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. ആ പൊറോട്ടയുടെ വീഡിയോയിൽ നോക്കിയാൽ മതി, അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ചിക്കൻ കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ അത്യാവശ്യത്തിന് ഗ്രേവി ഉണ്ട്. ഈ ഒരു ഗ്രേവി മതി കേട്ടോ കുക്കായിട്ട് വരാൻ. വീണ്ടും അടച്ച് വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഒരു ഭാഗം കുക്കായിട്ട് വരുമ്പോൾ നമുക്ക് പൊറോട്ട മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ മൈദ ഉപയോഗിച്ചിട്ടുള്ള പൊറോട്ട തന്നെയാണ് കേട്ടോ. സാധാരണ കിഴി പൊറോട്ടയ്ക്ക് എന്ന് പറയുമ്പോൾ മൈദ ഉപയോഗിച്ചിട്ടുള്ള പൊറോട്ട തന്നെയാണ് ഉപയോഗിക്കാറ്. എല്ലാ പൊറോട്ടയും നമുക്ക് ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. പൊറോട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. കണ്ടില്ലേ, നല്ല പോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ച് ഗ്രേവിയും ഉണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അടച്ചു വെക്കാം കേട്ടോ, ചൂടാറണ്ട. പൊറോട്ട ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വാഴയിലയിൽ സെറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ പൊറോട്ട എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ചൂടോടുകൂടി തന്നെ അടിച്ചെടുക്കണം കേട്ടോ, അപ്പോഴത് കറക്റ്റായിട്ട് വരുള്ളൂ. ചൂടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പം ഞാൻ പൊറോട്ട എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല ലെയറായിട്ട് നല്ല പോലെ തന്നെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാഴല ഒന്ന് 2 ഭാഗം ഒന്ന് വാട്ടിയെടുക്കാം. ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
തിരിച്ചു മറിച്ചും വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. വാട്ടിയെടുത്ത വാഴ നമുക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ നടുവിലായിട്ട് ഞാൻ 2 കഷ്ണം വാഴയും കൂടി വെക്കുന്നുണ്ട്. നമ്മളിത് കെട്ടിയെടുക്കുമ്പോൾ പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചൂടുള്ള പൊറോട്ട വെച്ച് കൊടുക്കാം. ചൂടില്ലാന്നുണ്ടെങ്കിൽ ചൂടാക്കണം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കൻ കറിയില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഗ്രേവിയോട് കൂടി തന്നെയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ മുകളിലേക്ക്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടില്ലല്ലോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഗ്രേവിയൊക്കെ കുറച്ച് പൊറോട്ടയിലൊന്ന് പിടിച്ചോട്ടെ. കുറച്ച് ചിക്കൻ പീസസും ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേറൊരു പൊറോട്ട വെച്ച് കൊടുക്കാം. അതിനുശേഷം വീണ്ടും കുറച്ച് ഗ്രേവിയും ചിക്കൻ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം. ഗ്രേവി ഒരുപാട് ഒഴിക്കരുത് കേട്ടോ. ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ പുറത്തേക്കൊക്കെ ഒലിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആവശ്യത്തിന് തന്നെ മതി. നമുക്ക് എത്ര ചിക്കൻ പീസസ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിത് കെട്ടിയെടുക്കണത് വാഴനാര് കൊണ്ടാണ് കേട്ടോ. വാഴനാര് എന്ന് പറയുമ്പോൾ വാഴയിൽ നമ്മൾ വാട്ടിയെടുത്തില്ലേ, അതിനുശേഷം ഞാൻ അതിൻ്റെ പിന്നിൽ നിന്ന് തന്നെ വാഴനാര് എടുക്കുക ചെയ്തത്, ഈ ഇലയുടെ ബാക്ക് സൈഡിൽ നിന്ന്. അതായത് വാട്ടിയെടുത്ത വാഴയില്ലേ, അതിൻ്റെ ഈ പിന്നിൽ നിന്ന് ഇങ്ങനെ എടുക്കുക ചെയ്തത്. വാട്ടിയെടുക്കുമ്പോൾ പിന്നെ അതങ്ങനെ പൊട്ടിപ്പോവാണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 2 എണ്ണമാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊരു കിഴിയാക്കി എടുക്കണം. കിഴിയുടെ ഷേപ്പിൽ കെട്ടിയെടുക്കുക, അത്രയേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ നമുക്ക് ഇതെല്ലാം കൂടി കിഴിയുടെ ഷേപ്പിലാക്കിയെടുക്കണം. കിഴി എങ്ങനെ കിട്ടാന്ന് വെച്ചാൽ ആ ഒരു ഷേപ്പിൽ. അപ്പോൾ ഇതിൻ്റെ തുമ്പ് ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. എക്സസ് ആയിട്ട് നിൽക്കണ ഭാഗം. ഇനി നമുക്കിത് ഈ വാഴയുടെ നാര് ഉപയോഗിച്ചിട്ട് കെട്ടിയെടുക്കാം നന്നായിട്ട് തന്നെ. വാഴവള്ളി അത്ര സ്ട്രോങ് അല്ല, ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ചിരിക്കുക. എന്നാലും കുഴപ്പമില്ല. കണ്ടില്ലേ, ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ കിഴിയുടെ ഷേപ്പിൽ നമ്മൾ കെട്ടിയെടുക്കണം. വാഴ വാട്ടിയെടുക്കുമ്പോൾ ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ, തണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് കെട്ടുമ്പോഴേ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. കണ്ടില്ലേ, അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു തവ എടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ പൊറോട്ട ഉണ്ടാക്കാൻ ഉപയോഗിച്ച് സെയിം തവ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ കറി ഞാൻ അതിനിടയിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ നന്നായിട്ട് വെന്തുണ്ട് ചിക്കൻ. അതുപോലെ കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെ ഒക്കെ നല്ല ഫ്ലേവർ ഉണ്ട്. അത്യാവശ്യം സ്പൈസിയാണ്. ഇപ്പോൾ തവ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ കിഴി പൊറോട്ടയുടെ കിഴിയില്ലേ, അത് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കണം. സാധാരണ എന്താ പറയുക, ഇതിൻ്റെയൊക്കെ അടപ്പ് വെച്ച് നമുക്ക് അടയ്ക്കാൻ പറ്റില്ല, കാരണം ഇത് പൊങ്ങി നിൽക്കല്ലേ. വലിയ എന്തെങ്കിലും ഒരു പാത്രം വെച്ച് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു വലിയ പാത്രമാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. കാരണം ഇത് നന്നായിട്ട് ചൂടായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആവി വരണം. ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യണം. ഇങ്ങനെ തവയിലല്ലാതെ ചെയ്യാന്നുണ്ടെങ്കിൽ വീണ്ടും ചെയ്യാം. അതായത് സ്റ്റീമറിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. ഇതും നല്ലൊരു മെത്തേഡ് തന്നെയാണ്. കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഇരിക്കട്ടെ. ഇല വാടണ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ ഒരു വലിയൊരു പാത്രം തന്നെ എടുത്തിരിക്കുന്നത് ഇത് അടയ്ക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പാത്രമൊക്കെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ പാത്രം നമുക്ക് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഈ കിഴി എടുത്ത് മാറ്റാം. ഇങ്ങനെ പിടിച്ച് പൊക്കി കഴിഞ്ഞാൽ പോരാവോ നോക്കാം നമുക്ക്. ഓക്കെ, ഞാനിതൊരു ചട്ടകം കൊണ്ടാണ് എടുക്കണത്.
ഇപ്പം നമ്മുടെ കിഴി പൊറോട്ട കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് കുറച്ച് സമയം ഇതുപോലെ വെക്കുക, അതിനുശേഷം കഴിക്കുക. അപ്പോഴാണ് എല്ലാം കൂടി നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ടാവും. ഒരു മണിക്കൂർ മിനിമം വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ സെറ്റ് ആയിട്ടുണ്ടാവും, അതിനുശേഷം കഴിക്കാം നമുക്ക്. ഇനി നമുക്ക് ഈ കിഴി പൊറോട്ട ഒന്ന് അഴിക്കാം കേട്ടോ, എങ്ങനെയുണ്ട് നോക്കാം. ഇത് കെട്ടിവെച്ച വാഴവള്ളിയൊക്കെ ഞാൻ അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഓ, ഈ വാഴ തുറക്കുമ്പോ തന്നെ നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. വാഴലയുടെയും അതുപോലെ ചിക്കൻ്റെ എല്ലാം കൂടി സൂപ്പർ ആയിട്ടുള്ള ഒരു മണം വരുന്നുണ്ട്. കണ്ടില്ലേ, നമ്മുടെ കിഴി പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നന്നായിട്ട് തന്നെ ഇതില് എന്താ പറയാ സോക്കായിട്ടുണ്ട്. ചിക്കന്റെ ഗ്രേവിയൊക്കെ പൊറോട്ടയിൽ നല്ല പോലെ തന്നെ സോക്കായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ വാഴലയുടെ ഒരു ഫ്ലേവറും സൂപ്പർ ആട്ടാ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. പിന്നെ ലൈക്ക് ചെയ്യുക, അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്തോളൂ. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും